കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് ചിരിക്കുന്നത് കാണേ അച്ഛനും ഡാ നീ എന്താടാ തനിയെ ചിരിക്കുന്നേ, സുധീഷിനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറയണോ, മനസ്സ് കൈവിട്ടോ എന്ന് ചോദിക്കെ അതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് അച്ഛൻ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞവൻ അകത്തേക്ക് എഴുന്നേറ്റ് പോവുകയാ. അവന്റെ ആ പോക്ക് കണ്ട അച്ഛനും പിരി വെട്ടിയോ ഭഗവാനെ. സാധാരണ വിഷമം വരുമ്പോൾ ആൾക്കാർക്ക് മുഖത്ത് സങ്കടമുണ്ടാവും, ഇതിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെന്തു പറ്റി, നിശ്ചയം മുടങ്ങിയപ്പോ ചിരിയോ എന്ന് പറഞ്ഞിരിപ്പ അച്ഛനും. വീട്ടിൽ തിരിച്ചെത്തിയ സുഭാഷ് ഏട്ടന്റെ മാറ്റത്തെക്കുറിച്ച് ഓർക്കെ നിധിയും അസ്വസ്ഥതയോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നീട് അവൾ റൂമിന്റെ വാതിൽക്കൽ ചെന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ സുധീഷ് അവിടെ മൊബൈൽ നോക്കി ഇരിപ്പുണ്ട്. സുധീഷേ സുധീഷേ എന്ന് നിധി വിളിക്കുമ്പോഴേക്കും എന്താ നിധി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഒന്നകത്തേക്ക് വായെന്ന് അവൾ വിളിക്കെ എന്താ പറഞ്ഞ എന്ന് സുധീഷും അകത്തേക്ക് വരാൻ എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് കയറിപ്പോയി സുധീഷിനെ വെയിറ്റ് ചെയ്തിരിപ്പാ. സുധീഷും സന്തോഷത്തോടെ അകത്തേക്ക് വരാനോ, ഈശ്വര ഒരു ദിവസം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ ഇത്ര പെട്ടെന്നോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടിയെല്ലാം ചീക്കി സുന്ദരനായി കളയാം എന്ന് പറഞ്ഞ് സ്പ്രേയും എടുത്തടിക്കുകയാ. കുറച്ചു സമയം കഴിഞ്ഞിട്ടും സുധീഷിനെ കാണാൻ ഞാൻ നിധി വീണ്ടും ചെന്ന് നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്റ്റൈലാക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അത് കണ്ട അവളും അതെ നിങ്ങളോട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാനല്ല പറഞ്ഞത്, അകത്തേക്ക് വരാനാ, അതിന് ഇത്ര ഒരുക്കം വേണ്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ അവൾ വീണ്ടും റൂമിലേക്ക് കയറി പോവുകയാ. സുധീഷ് സന്തോഷത്തോടെ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ വാതിൽ അങ്ങ് അടച്ചേക്കെന്ന് നിധി പറയുന്നുണ്ട്. അത് കേട്ട് അമ്പരപ്പോടെ ഈ വാതിലോ എന്ന് സുധീഷ് ചോദിക്കെ അല്ലാതെ പിന്നെ ഈ മുറിയിൽ എത്ര വാതിലുണ്ടെന്ന് നിധിയും. അത് കേട്ടവൻ സന്തോഷത്തോടെ ആ വാതിലടച്ച് കുറ്റിയിടുകയാ. അവൻ നിധിയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷിട്ടൻ എവിടെ എന്നവൾ ചോദിക്കുന്നുണ്ട്. വീടിന്റെ മുമ്പിലുണ്ടെന്ന് സുധീഷും. ഹരീഷും നികേഷും എന്ന് നിധി ചോദിക്കെ അവര് പിന്നിലാണുള്ളതെന്ന് സുധീഷും. ഈ മുറിയിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും ആരും കേൾക്കില്ലെന്ന് ഉറപ്പല്ലേ എന്ന് നിധിയുടെ ചോദ്യങ്ങൾക്ക് അപ്പോ ആരും കേൾക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചോദിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലോർത്ത് സന്തോഷത്തോടെ പറഞ്ഞു, വേഗം പറഞ്ഞു, ആരും കേൾക്കില്ല എന്ന് പറഞ്ഞവൻ ആവശ്യത്തോടെ നിധിയുടെ അരിയിലേക്ക് ചെല്ലുകയാ. അത് കണ്ട അവളും അതിനെന്തിനാ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കെ പിന്നിലേക്ക് നീങ്ങി അല്ല നിധിയല്ലേ വരാൻ പറഞ്ഞതെന്ന് സുധീഷും. ഞാനിപ്പോ പറഞ്ഞു എന്ന് നിധിയും. അല്ല ഇപ്പൊ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് സുധീഷ് ചോദിക്കെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു, പക്ഷെ ഞാൻ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ എന്നവളും ചോദിക്കുക. അല്ല കഥ കടയ്ക്കാനൊക്കെ പറഞ്ഞപ്പോഴേ എന്ന് സുധീഷ് പറയേ നമ്മൾ സംസാരിക്കുന്നത് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്ന് നിധി പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ എന്ന സുധീഷിന്റെ ചോദ്യം കേൾക്കെ നിധി ദേഷ്യത്തോടെ അവനെ നോക്കുന്ന കണ്ട് ആയിക്കോട്ടെ വാ ഇരിക്കെ, സൗകര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാലോ എന്ന് പറഞ്ഞവൻ ആ ബെഡിലേക്ക് ഇരിക്കൂ എന്നവൻ വീണ്ടും സന്തോഷത്തോടെ പറയുന്നവൾക്ക് ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാൻ നിധിയും. അത് ശ്രദ്ധിച്ച് സുധീഷും അയ്യോ ഇഷ്ടമാവുന്നില്ല എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് സാധാരണ ഈ മുറിയുടെ വാതിക്ക പോലും വരാൻ നിധി സമ്മതിക്കാറില്ലല്ലോ. അന്ന് കയറി വന്നപ്പോ എന്തൊരു ബഹളമായിരുന്നു. ഇതിപ്പോ നിധി തന്നെ വരാൻ പറഞ്ഞു വാതിൽ കുറ്റിയിടാനൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാകെ നെർവസ് ആയി പോയി, അതാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അയ്യടാ നിങ്ങളെ നെർവസ് ആക്കാൻ വേണ്ടി വിളിച്ചതല്ല, സുഭാഷേട്ടനെ കുറിച്ചുള്ള ടെൻഷൻ പറയാൻ വേണ്ടി വിളിച്ചതാന്ന് നിധി പറയുന്നുണ്ട്. സുഭാഷേട്ടനെ കുറിച്ചോ ഇപ്പോഴോ എന്ന് സുധീഷ് ചോദിക്കേ അതെ എന്ന് നിധിയും. അന്ന് ആ ജോത്സ്യം പറഞ്ഞത് കേട്ടിട്ടെ സുഭാഷേട്ടൻ രാത്രി വീട്ടു വിട്ടു പോയതാ. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ആളുടെ മട്ടും ഭാവവും കാണുമ്പോഴേ എന്തോ കുഴപ്പം തോന്നുകയും ചെയ്യുന്നുണ്ട് എന്നവൾ പറയുന്നതുകൾക്ക് അങ്ങനെയുണ്ടോ എന്ന് സുധീഷും. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ എന്നവൾ ചോദിക്കേ ഇല്ലെന്നവനും. നിങ്ങൾക്കതിന് നിങ്ങളെപ്പറ്റി മാത്രമല്ലേ വിചാരമുള്ളൂ എന്നവൾ അർത്ഥം വെച്ച് പറയേ ഞാനിപ്പോ എന്താ വേണ്ടേ അത് പറയുന്ന സുധീഷും. ഇന്ന് രാത്രി സുഭാഷ് ഏട്ടനെ നന്നായി ശ്രദ്ധിക്കണം, അന്തം വിട്ട് കിടന്നുറങ്ങരുത് എന്നവൾ പറയുന്നതുകൾക്ക് ഇത് പറയാനാണോ വിളിപ്പിച്ചത് എന്ന് സുധീഷും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. എന്താ ഇത് പ്രധാനമല്ലേ എന്നവൾ ചോദിക്കേ ആ പ്രധാനമാണ്. അല്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നോട് കഥ കടയ്ക്കാനൊക്കെ പറഞ്ഞത് എന്നവൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയേ അവരാരും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചത് എന്നവൻ ചോദിക്കേ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ എന്ന് നിധിയും. മനസ്സിലായി സുഭാഷ് ഏട്ടനെ ഇന്നിത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം, അതല്ലേ, അന്ന് സംഭവിച്ചതുപോലൊന്നും സംഭവിക്കുകയും ചെയ്യരുത്, അതല്ലേ കാര്യം. ഇത് ഹാളിൽ വെച്ചങ്ങ് പറഞ്ഞ മതിയായിരുന്നല്ലോ നിധി. ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നെ മനുഷ്യനെ വട്ടാക്കാനായിരുന്നോ കഥകിന്റെ ലോക്കൊക്കെ ഇടിപ്പിച്ചത് എന്നവൻ വിഷമത്തോടെ ചോദിക്കേ എന്നാ പിന്നെ പോയിക്കോ എന്ന് നിധിയും. എന്ത് എന്നവൻ സംശയത്തോടെ ചോദിക്കേ പൊയ്ക്കോ, അധിക നേരം കഥ കടച്ചിട്ടുണ്ടെന്ന് നിധിയും. ഓ അങ്ങനെ അപ്പൊ ഞാൻ പോണം എന്ന് സുധീഷ് ചോദിക്കേ ഇറങ്ങാൻ നോക്ക് സുധീഷേ എന്ന് നിധിയും. വടക്കം വീരകഥാ സിനിമയിലെ പോലെ വിളിച്ചു കയറ്റിയതും തള്ളി പുറത്താക്കിയതും ഒരേയാൾ എന്ന് സുധീഷ് വിഷമത്തോടെ പറയുന്നു. വളി പഠിക്കാതെ പോവാൻ നോക്ക് സുധീഷേ, പോയി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേ എന്നവൾ പറയുന്നവൾക്ക് ഓ എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അവൻ ഇറങ്ങി പോയി കഴിയുമ്പോഴേക്കും നിധി പെട്ടെന്ന് കഥക് കുറ്റിയിടുന്നുണ്ട്. വിഷമത്തോടെ സുധീഷും കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് ദേഷ്യത്തോടെ വെറുതെ ഇരുന്ന് എന്നെ ഇതിനാണോടാ തലയും ചീകി പെർഫ്യൂമും അടിച്ചു പോയത് എന്ന് പറഞ്ഞ് ചീയൊതുക്കിയ മുടിയെല്ലാം തട്ടിപ്പരത്തി തോൽവികൾ ഏറ്റുവാങ്ങാൻ നിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് മമ്മൂട്ടി സ്റ്റൈലിൽ പറഞ്ഞ് ഞാൻ ഒരു ദിവസം ജയിക്കും എന്ന് പറഞ്ഞ് നിന്ദിയുടെ റൂമിലേക്ക് നോക്കി നിൽപ്പാ സുധീഷ്. രാത്രി സുഭാഷ് ഏട്ടൻ ഉറങ്ങിക്കഴിഞ്ഞും ഉറങ്ങാതെ കിടക്കുക ഹരീഷും നികേഷും. അപ്പോഴാണ് സുധീഷ് തലയിണയും പുതപ്പുമെല്ലാം
പായലേക്ക് എടുത്തിട്ട് അങ്ങോട്ടിരുന്ന് എന്തൊരു ഉറക്കട ഇത് എന്ന് സുഭാഷ് ചേട്ടനെ നോക്കി പറയുന്നത്. സുധീഷും നികേഷ് എഴുന്നേറ്റ് പതുക്കെ പറ എന്ന് പറയേ. അല്ലടാ, ഇത്ര വലിയൊരു സംഭവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കേ. ഇത് ചിലപ്പോൾ നമ്മളെ കാണിക്കാനുള്ള ഡ്രാമയാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊരു സംശയം എനിക്കും ഇല്ലാതില്ല. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നിധിയും പറഞ്ഞെന്ന് സുധീഷും. എന്ത് ശ്രദ്ധിക്കാനായെന്ന് ഹരീഷും. എടാ, നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അന്നത്തെ പോലെ സ്ഥലം വിടാനാണെങ്കിലോ പറയാൻ പറ്റൂലെന്നേ. എന്തായാലും ഇന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് സുധീഷ് പറയേ. അല്ല, എങ്ങനെയെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ഓർത്തിട്ടല്ലേ സുഭാഷ് ചേട്ടൻ ആ കുഴിയിൽ ചെന്ന് ചാടിയത്? അപ്പോൾ നീ ഇന്ന് ഉറങ്ങാതിരുന്നാ മതി എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് അയ്യോ ഞാൻ ഒറ്റയ്ക്കോ എന്ന് ഹരീഷും. എടാ, എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി അല്ലേടാ നികേഷേ എന്ന് സുധീഷ് ചോദിക്കേ. അത് മതി എന്ന് നികേഷും സമ്മതിക്കുക. അല്ല ഹരീഷേടാ, അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവണേ, ഗുഡ് നൈറ്റ് എന്ന് നികേഷ് പറയേ. ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങാതെ എന്ന് പരങ്ങളോടെ ഹരീഷും ചോദിക്കുന്നുണ്ട്. സെമിത്തേരിയിലൊന്നും അല്ലല്ലോ, വീടിനകത്തല്ലേ, അവിടെ ഇരിക്കെ വാട നികേഷേ, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് സുധീഷും നികേഷും ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷും നികേഷും ഉറങ്ങിക്കഴിഞ്ഞും ഉറങ്ങാതെ സുഭാഷ് ചേട്ടനെ കാവലിരിക്കുകയാണ് ഹരീഷ്. രാവിലെ സുഭാഷ് ഉണർന്ന് നോക്കുമ്പോൾ ഹരീഷിനെ കാണുന്നില്ല. ഈ ഹരീഷ് ഇതെവിടെ പോയി എന്ന് പറഞ്ഞവൻ നോക്കുമ്പോഴാണ് ഉമ്മറ വാതിൽക്കൽ കിടന്നുറങ്ങുന്ന ഹരീഷിനെ കാണുന്നത്. ഇവനെന്ത് ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് പറഞ്ഞ് സുഭാഷ് അവന്റെ അരികിലേക്ക് ചെന്ന് ഡാ ഹരീഷേ എന്ന് തട്ടി വിളിക്കെ. ഹരീഷും ഉറക്ക ചടവോടെ എഴുന്നേൽക്കുകയാ. നീ എന്താ ഇവിടെ വന്ന് കിടന്നേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഹാവു ഭാഗ്യം, ഇവിടെ ഉണ്ടല്ലോ എന്ന് ഹരീഷ് പറയുന്നവൾക്ക് എന്ത് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ബഹളം കേട്ട് സുധീഷും നികേഷും എഴുന്നേൽക്കുകയാ. എടാ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ എന്തിനാ ഇവിടെ വന്ന് കിടന്നേന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് വെറുതെ എന്ന് ഹരീഷ് പറയേ. സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ ഹരീഷേ, കാവലിരിക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ കിടന്ന് ഉറങ്ങാ ചെയ്തേ? അത് കേട്ട് സുഭാഷും കാവലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവന്റെ കല്യാണം കഴിയാനല്ലേ സുഭാഷ് ഏട്ടൻ ആ ജയന്തിയെ കെട്ടാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതിന്റെ വിഷമത്തിലെ അന്നത്തെ പോലെ സുഭാഷ് ഏട്ടൻ അങ്ങ് പോയാലോ, അതുകൊണ്ടാ ഞങ്ങൾ അവനോട് ഉറങ്ങാതെ കാവലിരിക്കാൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയേ. ഹരീഷും എഴുന്നേറ്റിരുന്നുകൊണ്ട് പറയുന്നുണ്ട്. വെളുപ്പാങ്കാലം വരെ ഉറങ്ങാതിരുന്നു, പിന്നെ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നേന്ന്. ആഹാ, ഇവിടെ കിടന്നു വെച്ച് എന്താ ഗുണം എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. പോകുമ്പോ എനിക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് ഹരീഷും. കഴുതേ, ഞാൻ പിൻവാതിൽ വഴി പോയിരുന്നെങ്കിലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നവർക്ക് മണ്ടൻ എന്ന് സുധീഷും പറയുന്നു. അത് കേട്ട് ചമ്മലോടെ ഹരീഷും അതുകൊണ്ടാണല്ലോ വെളുപ്പാങ്കാലം വരെ ഉറങ്ങാതിരുന്നേ എന്ന് പറയുന്നുണ്ട്. അന്ന് രാത്രി അങ്ങനെ ചെയ്തോണ്ടാ ഞങ്ങൾക്ക് ടെൻഷനായത് എന്ന് നികേഷ് പറയേ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പോത്തുപോലെ കിടന്നുറങ്ങി അല്ലേ? അവന് പണി കൊടുത്ത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അല്ല, അവന് വേണ്ടിയിട്ടല്ലേ സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്തതെന്ന് സുധീഷും ചോദിക്കുക. എഴുന്നേൽക്കുന്ന സുഭാഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും അവൻ പുതപ്പുമെടുത്ത് എഴുന്നേൽക്കുകയാ. എടാ, അന്ന് അങ്ങനെ ചെയ്തെന്ന് വെച്ച് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യോ? ഇനി എന്താണേലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ സങ്കടത്തിലൊന്നുമല്ല, കേട്ടല്ലോ. ചെന്ന് പല്ല് തേച്ച് മുഖം കഴുകി വരാൻ നോക്കും, ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്ന് പറയേ. ഹരീഷ് അത് സമ്മതിച്ച് അവിടുന്ന് പോവുകയാ. എഴുന്നേറ്റുകൊണ്ട് സുധീഷും പറയുന്നുണ്ട്. എടാ, എനിക്കിപ്പോഴും സംശയം തീരുന്നില്ലെന്നേ. എന്ത് സംശയം എന്ന് അങ്ങോട്ട് വരുന്ന ഹരീഷും ചോദിക്കുക. അല്ലടാ, ചേട്ടൻ ശരിക്കും നോർമലാണോ അതോ നമ്മുടെ മുന്നിൽ നോർമലായിട്ട് നടിക്കുകയാണോ എന്ന് സുധീഷ് ചോദിക്കേ. ആ പേരും പറഞ്ഞ് ഇന്ന് രാത്രി എനിക്ക് ഉറക്കമൊഴിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ഇരുന്നോ, വേണമെങ്കിലേ ഊഴമിട്ടിരിക്കാമെന്ന് പായമടക്കിക്കൊണ്ട് ഹരീഷ് പറയുകയാണ്. അതൊക്കെ, പക്ഷെ സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെയെന്ന് കണ്ടെത്തണ്ടേ, അത് വേണ്ടേ? ആരും നിനക്ക് വേണ്ടിയിട്ടാണെങ്കിലും സുഭാഷ് ഏട്ടൻ തന്നെ പോയി ഒരു പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചുറപ്പിച്ച് വെല്ലിച്ചനെയും അമ്മായിയെയും വരെ പോയി കണ്ട് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട കേസല്ലേ? അപ്പോ അത്ര പെട്ടെന്ന് നോർമലാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എടാ, ഒരിക്കലും നോർമൽ ആവില്ല. സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയ ശേഷം എന്തോ നടന്നിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് സുധീഷ് പറയുന്നവൾക്ക് എങ്ങനെയെന്ന് നികേഷും ചോദിക്കുക. ഒരു ചൂളമടിച്ചുകൊണ്ട് അതിന് വഴിയുണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് തന്റെ ബൈക്കിൽ അവിനാശിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് സുധീഷ്. അവിനാശ് ഭയ്യ എന്ന് സുധീഷ് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാഞ്ഞ് ഇയാൾ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് ബൈക്കിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവിനാശ് ഭയ്യ കൂയ് എന്ന് വിളിക്കുന്നുണ്ട് സുധീഷ്. ഭയ്യ എന്ന് വിളിച്ചുകൊണ്ട് അവൻ തിരിയുമ്പോഴാണ് ഒരു കുടത്തിൽ വെള്ളവുമായി മുറ്റത്തുകൂടെ ചിരിയോടെ നടന്നു വരുന്ന ചാന്ദിനിയെ കാണുന്നത്. നാണത്തോടെ ചിരിയോടെ അവൾ വരുന്നത് കണ്ട് ഇതെന്താ പതിവിലും കൂടുതൽ ചിരിയുണ്ടല്ലോ, എന്താവും കാരണം എന്ന് സുധീഷ് ആലോചിക്കുമ്പോഴേക്കും ചാന്ദിനി അവന്റെ അടുത്തെത്തിയിരുന്നു. സുധീഷ് അവളോടായി ക്യാ ചാന്ദിനി ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കേ. കുച്ച് നെയ് എന്ന് ചാന്ദിനിയും. തുമാരാ ബ്രദർ കിധർ ഹേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. അകത്തുണ്ട് എന്നവൾ പറയുമ്പോഴേക്കും അവിനാശും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. സുധീഷ് ഭയ്യ ആയിയേ ബൈട്ടിയേ എന്ന് അവിനാശ് അവനെ സ്വീകരിക്കുകയാണ്. സുധീഷ് അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും ചായ എന്ന് ചാന്ദിനി ചോദിക്കുന്നുണ്ട്. ചായ നെഹി എന്നവളോടായി പറഞ്ഞ് അവിനാശ് ഭയ്യ നിങ്ങളുടെ പെങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കുക. അത് കേൾക്കെ അവിനാശും ഒരു ചിരിയോടെ നിൽക്കണ കണ്ട് അത് ശരി, അത് പറഞ്ഞപ്പോ നിങ്ങളും ചിരിക്കുകയാണോ എന്ന് സുധീഷും ചോദിക്കുക. സുധീഷ് ഭയ്യ വന്ന കാര്യം പറ എന്ന് അവിനാശും. അല്ല, ഇന്നലെ രാത്രി സുഭാഷ് ഏട്ടൻ ഇവിടുന്നാണോ വീട്ടിലേക്ക് പോകുന്നത് എന്നവൻ ചോദിക്കേ. അതെ, എന്റെ സൈക്കിൾ എടുത്താണല്ലോ വന്നത് എന്ന് അവിനാശും.
അപ്പൊ സുഭാഷേട്ടൻ ഓക്കെ ആയിരുന്നല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നയാൾക്ക് എന്താ അങ്ങനെ ചോദിച്ചതെന്ന് അവിനാശും വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ മുതൽ ഒരു പന്തികേട്, എങ്ങനെയായാലും തിരിച്ചു വരുമ്പോ സങ്കടത്തിലായിരിക്കും, ഒന്നും ഓർമ്മിപ്പിക്കാതെ സന്തോഷത്തിലിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമ്പോ പക്ഷെ നല്ല ചിരിയിലും ജോളി മൂടിലും ഒക്കെയാണ് വന്ന് സംസാരം. എന്താ കാരണമെന്ന് പിടികിട്ടുന്നില്ലെന്നേ. എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ വിഷമമൊന്നും സുഭാഷ് ഏട്ടന്റെ മുഖത്തില്ല. ഞങ്ങൾ ചോദിച്ചപ്പോ ആൾക്ക് വലിയ വിഷമമൊന്നും ഇല്ലെന്ന് തന്നെയാ പറയുന്നതും. ഇവിടെ നിന്നാണല്ലോ വന്നത്, എന്തെങ്കിലും പ്രത്യേകമായിട്ട് സുഭാഷ് ഏട്ടൻ പറയോ മറ്റോ ചെയ്തോന്ന് അറിയാൻ വന്നതാ എന്ന് സുധീഷ് ചോദിക്കുന്നയാൾക്ക് അവിനാശ് ചാന്ദിനിയെ നോക്കി ചിരിയോടെ നിൽപ്പാ. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നത് മനസ്സിലാവും, പക്ഷെ അതുമായിട്ട് ഒരു കണക്ഷനുമില്ലാതെ സന്തോഷിക്കാന്നൊക്കെ പറയുമ്പോ അതങ്ങോട്ട് ദഹിക്കുന്നില്ലെന്നേ. ഇതിപ്പോ പണ്ടത്തെ പോലെ നാട് വിട്ടു പോവാനുള്ള വല്ല പരിപാടിയുമാണോ? അതുവരെ ഞങ്ങളോട് ചിരിച്ചു കളിച്ച് നിന്നിട്ടെ പറ്റിക്കാണോന്നൊരു പേടി. അതാ എന്തേലും പറഞ്ഞോന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന് സുധീഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. അത് കേട്ട് അവിനാശും നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല കാര്യം എന്ന് പറയേ പിന്നെ എന്ന് സംശയത്തോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. അവിനാശ് ചാന്ദിനിയെ നോക്കി ചിരിക്കുന്നത് കാണാൻ നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കി ചിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് സുധീഷും. അത് ഇന്നലെ ഞാൻ സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചു എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ എന്ത് എന്ന് സുധീഷും. എന്റെ അനിയത്തിയെ കെട്ടാമോന്ന് എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ എഴുന്നേറ്റ് കണ്ണു തള്ളിക്കൊണ്ട് എന്തോന്ന് എന്ന് സുധീഷ് ചോദിക്കുക. അതെ, നാട് മുഴുവൻ പെണ്ണന്വേഷിക്കുന്നതല്ലേ, എന്റെ അനിയത്തിയെ കെട്ടിക്കൂടെന്ന് ഞാൻ ചോദിച്ചു എന്ന് അവിനാശ് പറയുന്നവൾക്ക്. അത് ശരി, അപ്പോ ബയ്യയുടെ അനിയത്തിയുടെ മുഖത്തുള്ള നാണച്ചിരിയുടെ കാര്യം അതാണല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നവൾക്ക് ചാന്ദിനി വീണ്ടും നാണത്തോടെ ചിരിക്കുക. ബയ്യ ശരിക്കും സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്ന് സുധീഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കേ. അതെ ബയ്യ, എന്റെ അനിയത്തിക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടാനില്ല, അതുകൊണ്ട് സീരിയസ് ആയിട്ട് ചോദിച്ചതാണെന്ന് അവിനാശ് പറയേ. എന്നിട്ട് സുഭാഷ് ഏട്ടൻ എന്ത് പറഞ്ഞു? എസ് പറഞ്ഞാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എസ് പറഞ്ഞില്ല, ഇവിടുന്ന് എഴുന്നേറ്റ് പോയി, നോയും പറഞ്ഞില്ല എന്ന് അവിനാശ് സന്തോഷത്തോടെ പറയുന്നവൾക്ക്. അപ്പോ പയ്യയും സുഭാഷ് ഏട്ടനും ഹാപ്പിയാണല്ലേ എന്ന് സുധീഷും സന്തോഷത്തോടെ ചോദിക്കുക. അതെ എന്ന് അവിനാശ് സന്തോഷത്തോടെ പറയുന്നവൾക്ക് സുധീഷും ചിരിയോടെ എടാ കള്ള സുഭാഷ് ഏട്ടാ തരാട്ടാ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തുന്ന സുധീഷും ഹാളിലിരിക്കായിരുന്ന ഹരീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ സന്തോഷത്തോടെ ഡാൻസ് കളിപ്പിക്കുക. പിന്നീട് അവൻ നികേഷിനെയും എഴുന്നേൽപ്പിച്ച് വട്ടം ചുറ്റിച്ച് ആർത്തു വിളിക്കുന്നുണ്ട്. വെള്ളം കേട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ച് നിധി അങ്ങോട്ട് വരികയാ. സുധീഷ് അവളെയും കയ്യിൽ പിടിച്ച് വട്ടം കറക്കുകയാ. എന്താ ഇത്, ഡാൻസ് കളിക്കുന്നോ എന്ന് ചോദിച്ച് അച്ഛനും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൻ അച്ഛനെയും പിടിച്ച് ഡാൻസ് കളിച്ച് അച്ഛനൊരു ഉമ്മ കൊടുക്കുക. അത് കണ്ട് എന്താ സുധീഷ് ഇത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇവൻ എന്താ പട്ട പകല് കുടിച്ചോണ്ട് വന്നിരിക്കുകയാണോ എന്ന് അച്ഛനും ചോദിക്കുക. ഏയ് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞവൻ വട്ടം കറങ്ങുകയാ. അവൻ സന്തോഷത്തോടെ അച്ഛനെ ഇക്ലിയാക്കുമ്പോഴേക്കും അവനെ തട്ടിമാറ്റി. നിനക്കെന്തോ സന്തോഷമുണ്ട് അതല്ലേ? അതറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. ഇവൻ എന്തിന്റെ കുഴപ്പാ എന്ന് ചോദിച്ച് പുറത്തോട്ടിറങ്ങി പോവാൻ നേരം ഇവിടെ നിക്ക്, അത് കേട്ടിട്ട് പോയാ മതിയെന്ന് പറഞ്ഞ് സുധീഷ് അച്ഛനെ പിടിച്ച് നിർത്തുകയാ. എന്ന് പറ എന്ന് ഹരീഷും. നമ്മുടെ സുഭാഷ് ഏട്ടനെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നു. നിശ്ചയം മുടങ്ങിയതിനു ശേഷം സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് സുധീഷ് ചോദിക്കുക. ഞാൻ അവന് വട്ട എന്ന് വിചാരിച്ചത്, എന്താ കാര്യമെന്ന് അച്ഛനും ചോദിക്കുക. വട്ട് തന്നെയാ, പക്ഷേ ഇതൊരു നല്ല വട്ടാ. ഇന്നലെ അവിനാശ് ബായി സുഭാഷ് ഏട്ടനെയും കൊണ്ട് പോയത് കണ്ടായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കേ. അതെ, ചായ കുടിക്കാൻ പോയി എന്ന് നിധിയും. ചായ കുടിക്കാനൊന്നും അല്ല എന്ന് സുധീഷ് പറയുന്നവൾക്ക്. പിന്നെ വെള്ളം അടിക്കാനാണോ എന്ന് നികേഷൻ ചോദിക്കുക. ആര്, അവനോ? ഞാൻ നിർബന്ധിച്ചിട്ട് പോലും ഒരു തുള്ളി അവൻ കഴിച്ചിട്ടില്ല. പിന്നെ എന്ന് അച്ഛനും പറയുന്നു. അതൊന്നുമല്ല, അവിടെ വെച്ചേ അവിനാശ് ബായി സുഭാഷ് ഏട്ടനോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടിട്ടാണ് സുഭാഷ് ഏട്ടൻ ഇങ്ങനെ കിക്കി എന്ന് ചിരിച്ചോണ്ട് നടക്കുന്നത് എന്ന് സുധീഷ് പറയുന്നവൾക്ക്. എന്ത് കാര്യം എന്ന് സംശയത്തോടെ നിധിയും ചോദിക്കുക. എന്ത് കാര്യമായിരിക്കും പറ എന്ന് സുധീഷ് പറയുന്നവൾക്ക്. സസ്പെൻസ് കളിക്കാതെ കാര്യം പറയുന്ന ഹരീഷും. ഊഹിക്കാൻ പറ്റുന്നു നോക്കടാ എന്ന് സുധീഷ് വീണ്ടും പറയുന്നവൾക്ക്. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്, നീ പറയുന്നുണ്ടെങ്കിൽ പറ എന്ന് അച്ഛനും. അവൻ വീണ്ടും അച്ഛനെ പിടിച്ചു നിർത്തി. ഏയ് അവിടെ നിൽക്ക്, പോയിട്ടിപ്പോ എന്തിനാ? ആ പാട്ട് റേഡിയോയിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കാനല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നത് ഇഷ്ടമാകാതെ. റേഡിയോയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞ അച്ഛൻ അവന് നേരെ കൈ ഒങ്ങുകയോ. എന്റെ സുധീഷേട്ടാ ലാഗിടാതെ കാര്യം പറയുന്ന നികേഷ്. എന്റെ സുഭാസേട്ടാ, ലോകം മുഴുവൻ പെണ്ണ് കാണാൻ നിങ്ങൾ നടക്കുന്നു, എന്നിട്ട് എന്റെ പെങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലാന്ന് ഞാൻ കെട്ടിച്ചു തരുമല്ലോന്ന് അവിനാശ് ബായി സുഭാസേട്ടനോട് അങ്ങ് ചോദിച്ചു എന്ന് സുധീഷ് അവിനാശിനെ അനുകരിച്ച് പറയുന്നവൾക്ക്. എന്ന് വെച്ചാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാ അവിനാശ് സ്വന്തം പെങ്ങളെ സുഭാഷ് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചു എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുക. അതുകൾക്ക് സന്തോഷത്തോടെ ചിരിക്കുക നിധിയും നികേഷും ഹരീഷുമെല്ലാം. അത് കേട്ട ഉടനെ സുഭാഷ് ഏട്ടന്റെ കിളി അങ്ങ് പോയി. സന്തോഷവും നാണവും അടക്കി വെക്കാൻ പറ്റാത്തതിന്റെ ചിരിയാണ് മക്കളെ നമ്മൾ കണ്ടോണ്ടിരുന്നത് എന്ന് സുധീഷ് പറയുന്നവൾക്ക്. കൊള്ളാലോ എന്ന് ഹരീഷും സന്തോഷത്തോടെ ചിരിയോടെ പറയുകയാണ്. അത് കേട്ട അച്ഛനും ഇതാണോ ഇത്ര വലിയ കാര്യം? അല്ലെങ്കിലും മലയാളികളും ബംഗാളികളും തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട്. നീ പാട്ടുകളുടെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ടോ? ഇല്ലേ
എന്ന് ചോദിച്ച് ചില മലയാളം സിനിമാ ഗാനങ്ങളും അതിന്റെ ബംഗാളി ഗാനങ്ങളും അച്ഛൻ അവിടെ നിന്ന് പാടുകയാണ്. അത് കേട്ട് സുധീഷും നിങ്ങളൊന്ന് പോയേ, എന്തോന്നാ ഇത്, അവിടെ പോയി റേഡിയോയിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് അച്ഛനെ ഉമ്മറത്തേക്ക് പറഞ്ഞു വിടുകയാ. സുഭാഷേട്ടാ സത്യമാണോ ഇത് എന്ന് നികേഷ് ചോദിക്കേ. ആണെന്നേ, ഞാൻ ഇപ്പോഴേ അവിനാശിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. നമ്മുടെ ചേട്ടനേക്കാൾ നല്ലൊരാളെ ചാന്ദിനിക്ക് കിട്ടില്ലെന്ന് ഓർത്തിട്ടാണത്രേ അവിനാശ് ഭയ്യ സുഭാഷ് ചേട്ടനോട് അങ്ങനെ ചോദിച്ചത്. എടാ, ഇതിൽ രസം എന്താണെന്നറിയോ? അവിനാശ് ഭയ്യ അങ്ങനെ ചോദിച്ചതിന് ശേഷം ചാന്ദിനിയുടെയും കിളി പോയിരിക്കുകയാണ്. സുഭാഷ് ചേട്ടനെ പോലെ ചാന്ദിനിയും അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പാണ് എന്ന് സുധീഷ് ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് മുറ്റത്തേക്ക് നടന്നു വരുന്ന സുഭാഷ് ചേട്ടനെ കണ്ട് ദാ നോക്ക് വരുന്നുണ്ട് കള്ള കാമുകൻ എന്ന് പറഞ്ഞവർ ചിരിയോടെ സുഭാഷ് ചേട്ടനെ നോക്കി നിൽപ്പാ. സുഭാഷിനെ കണ്ട് അച്ഛനും ബംഗാളിയിൽ ഒരു പാട്ട് പാടുകയാണ്. അത് കേൾക്കെ സുഭാഷ് സംശയത്തോടെ അച്ഛനെ ശ്രദ്ധിക്കെ. സലീൽ ചൗധരി അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്ന് പറയുന്നത് കേൾക്കെ സംശയത്തോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയെ ദേഷ്യം പിടിപ്പിക്കാനായി സുധീഷ് ഗായത്രിയുമായി ബസ് സ്റ്റോപ്പിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നതും സുഭാഷിന്റെ പണി സൈറ്റിലെത്തി അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ തനിക്ക് വള വാങ്ങി തരാമോ എന്ന് ചാന്ദിനി ചോദിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.